ജോസേട്ടായുടെ വൺമാൻ ഷോ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് ടർബോ. വൈശാഖ് മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ മൂന്നാമത്തെ സിനിമ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിലെ പള്ളിപ്പെരുന്നാളിലൂടെയാണ് ടർബോ തുടങ്ങുന്നത്. ഒരു മാസ് എൻട്രിയിലൂടെയല്ല മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. പക്ഷേ ആദ്യ 5 മിനിറ്റിനുള്ളിലെ പെരുന്നാൾ അടിയിലൂടെ മമ്മൂട്ടിയുടെ ടർബോ എനർജി എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ടർബോ ജോസിന്റെ പശ്ചാത്തലം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സംവിധായകൻ വൈശാഖ്. ചെറിയ തമാശകളൊക്കെയായി വളരെ പതിയെയാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി മുന്നോട്ടു പോകുന്നത്. ഇന്റർവെല്ലിനോടടുത്താണ് സിനിമ മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രം ചെന്നൈയിലേക്ക് എത്തുന്നതോടെയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. തന്റെ സുഹൃത്തും സഹോദര തുല്യനുമായ ജെറി എന്ന കഥാപാത്രം ഒരു ബാങ്ക് കൊള്ള കണ്ടുപിടിക്കുകയും അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന വില്ലൻ കൂടി ചിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ സിനിമ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. ജെറിയായി ശബരീഷ് വർമ്മ എത്തുമ്പോൾ വെട്രിവേൽ ഷൺമുഖമായി കന്നഡ താരം രാജ് ബി ഷെട്ടിയാണ് എത്തുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ടർബോ ജോസായുള്ള മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് സിനിമയെ പ്രധാനമായും പിടിച്ചു നിർത്തുന്നത്. മമ്മൂട്ടിയും രാജ് ബി ഷെട്ടിയും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളെല്ലാം തിയേറ്ററിൽ കയ്യടി നേടി. രാജ് ബി ഷെട്ടിയുടെ ഇൻട്രോ സീനും പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തുന്നതാണ്. ആൻഡ്രു ആയെത്തിയ ദിലീഷ് പോത്തൻ, ഓട്ടോ ബില്ലയായെത്തിയ തെലുങ്ക് നടൻ സുനിൽ, വിൻസെന്റ് ആയെത്തിയ കബീർ ദുഹാൻ സിംഗ് എന്നിവരും മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. മറ്റ് കഥാപാത്രങ്ങളായെത്തിയ ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, നിരഞ്ജന അനൂപ് തുടങ്ങിയവരും അവരവരുടെ ഭാഗം ഗംഭീരമാക്കി. ഒരു ആവറേജ് കഥയെ അസാധ്യമായ മേക്കിംഗ് കൊണ്ട് വൈശാഖും കൂട്ടരും ഗംഭീരമാക്കി എന്ന് പറയാം. അടുത്ത സീനിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പരിധിവരെ പ്രേക്ഷകർക്ക് പലയിടങ്ങളിലും ഊഹിക്കാനാകും. വളരെ ഒതുക്കത്തോടെ തന്നെ തിരക്കഥയൊരുക്കാൻ മിഥുൻ മാനുവൽ തോമസിന് കഴിഞ്ഞിട്ടുമുണ്ട്. കഥയിൽ ചെറിയൊരു ഇഴച്ചിൽ സംഭവിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അതിനെ മറികടക്കാൻ തിരക്കഥയ്ക്കായി എന്ന് പറയാം. ഒരു പക്ക മാസ് മസാല എന്ന് പറയുമ്പോൾ പോലും വൈശാഖ് തന്റെ പതിവ് ശൈലിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയാം. ആക്ഷൻ സിനിമാ പ്രേമികളുടെ മനസ്സറിഞ്ഞ് വൈശാഖ് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടാം പകുതിയിലാണ് ടർബോ ജോസിന്റെ പവർ മുഴുവൻ പ്രേക്ഷകന് നന്നായി അനുഭവിക്കാനാകുക. ഇപ്പോൾ ഒരു അടി പൊട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകന് തോന്നുന്നിടത്തെല്ലാം ജോസേട്ടായുടെ അടിയുടെ പൊടിപൂരമാണ്. അവസാനിപ്പിക്കാത്തതൊന്നും ടർബോ ജോസ് തുടങ്ങി വെക്കാറില്ല എന്ന് നായിക പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് മമ്മൂട്ടിയുടെ രണ്ടാം പകുതിയിലെ പെർഫോമൻസ്. ആക്ഷൻ സീനുകളിലുള്ള മമ്മൂട്ടിയുടെ പെർഫെക്ഷൻ തന്നെയാണ് പ്രേക്ഷകരെ ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്നത്. സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും കാർ ചേസിംഗ് സീനുകളും ക്രിസ്റ്റോ സേവിയറിന്റെ പശ്ചാത്തല സംഗീതവും വിഷ്ണു ശർമ്മയുടെ ഛായാഗ്രഹണവുമാണ്. ടർബോയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ ഇതെല്ലാമാണ്. ക്ലൈമാക്സിലുള്ള ചെറിയൊരു ട്വിസ്റ്റും പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്നുണ്ട്. വെട്രിവേൽ ഷൺമുഖത്തിന്റെയും ജോസിന്റെയും കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. തോരാമഴയത്തും ആക്ഷനും മാസും പ്രതീക്ഷിച്ചെത്തിയ പ്രേക്ഷകരെ മമ്മൂട്ടി കമ്പനിയും വൈശാഖും കൈവിട്ടില്ല എന്ന് നിസ്സംശയം പറയാം.